പുതിയ വീഡിയോയിലേക്ക് സാറ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം ഫോർഡ് ഫിയസ്റ്റ. വണ്ടി കസ്റ്റമർ കംപ്ലയിൻറ്റ്, ഗിയറിലിട്ട് ക്ലച്ച് എടുത്ത് പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു വൈബ്രേഷനും പിന്നെ ഒരു അടിപ്പും കിട്ടുന്നുണ്ട്. അതാണ് കസ്റ്റമറെ കംപ്ലയിൻറ്റ് കേട്ടോ. അതായത് ജസ്റ്റ് ഗിയറിലിട്ടിട്ട് ഏത് ഗിയറിലിട്ടും ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇട്ട് ജസ്റ്റ് ക്ലച്ചിന്ന് കാലിടുന്ന സമയത്ത് വെറുതെ വണ്ടി വൈബ്രേഷൻ, എഞ്ചിന് വൈബ്രേഷൻ, ഒരു ചെറിയൊരു അടിപ്പ് സൗണ്ടും, അതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്ത് വണ്ടി പൊക്കി വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ് പൊട്ടിയാണ്ടോ. ഇതാണ് ഫോർഡ് ഫിയസ്റ്റ, ഫിഗോ അതൊക്കെ സെയിം ആട്ടോ. ഫോർഡ് ഫിയസ്റ്റ, ഫിഗോ ഇതിൻ്റെയൊക്കെ മൗണ്ടിങ് സെയിം ആണ്. അപ്പോൾ ഈ മൗണ്ടിങ് പൊട്ടിയോണ്ടാണ് ആ ഒരു സൗണ്ട്. ഈ മൗണ്ടിങ് കണ്ടോ ഇതിവിടെ പൊട്ടിയിട്ട് ആ ഒരു വൈബ്രേഷൻ വരികയാണ്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഞ്ചിൻ ഇങ്ങോട്ട് ബാക്ക് വലിക്കും. ആ ബാക്ക് വലിക്കുന്ന സമയത്ത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ ഒരു വൈബ്രേഷൻ കാര്യങ്ങൾ ഉണ്ടാകും. ചില സൗണ്ട് ഉണ്ടായിരിക്കും, ചില വണ്ടികൾക്ക് നല്ല സൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കംപ്ലയിൻറ്റ്. ഇത് ഫോർഡ് ഫിയസ്റ്റ, ഫിഗോ ആ വണ്ടികളൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ മൗണ്ടിങ് മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് തരും. അപ്പോൾ ഈ മൗണ്ടിങ് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ലോക്കൽ ഇടുന്നതിനേക്കാളും നല്ലത് ഒറിജിനൽ ഇടാൻ കേട്ടോ. അപ്പോൾ ലോക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. പെട്ടെന്ന് പൊട്ടിപ്പോണ്ട് ലോക്കൽ മൗണ്ടിങ് കേട്ടോ. അപ്പോൾ ഒറിജിനൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ മാക്സിമം ഒറിജിനൽ വാങ്ങിയിട്ടാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പറയുന്നത് ഏറ്റവും ബെറ്റർ ഒറിജിനൽ വാങ്ങിയിട്ടാണ്. സെക്കൻഡ് ഹാൻഡ് അല്ല, ആഫ്റ്റർ മാർക്കറ്റ് ഒരു പുറത്തുനിന്ന് പാർട്സ് മേടിച്ച് കഴിഞ്ഞാൽ മൗണ്ടിങ്ങിന് ക്വാളിറ്റി കുറവാണ്. അത് കുറച്ച് ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൗണ്ടിങ് വാങ്ങിക്കുന്ന സമയത്ത് ഒറിജിനൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒറിജിനൽ കിട്ടാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടാണ് ഏറ്റവും ബെറ്റർ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മാർക്കത്, ഒപ്പം സബ്സ്ക്രൈബ് മാർക്കത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.